ട്രംപ് അടുത്തത് എന്ത് എന്നുള്ള രീതിയിൽ ആകാംക്ഷ നിറഞ്ഞ പ്രതികരണങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടി നമുക്കൊപ്പം ചേരുന്നു. മധു, ഈ അമേരിക്കൻ വാർത്താ മാധ്യമങ്ങൾ ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പ്രത്യേകിച്ച് ഇത്രയധികം കുട്ടികളെ പൈശാചികമായി കൊലപ്പെടുത്താൻ ഒരു കാരണമായി യുദ്ധം എന്നുള്ളത് എല്ലാവരെയും, മനുഷ്യസ്നേഹികളെ മുഴുവൻ അമ്പരപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. അമേരിക്കയിലെ മുഖ്യധാര മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ന്യൂയോർക്ക് ടൈംസും റോയിട്ടേഴ്സും ആണ് പ്രധാനമായിട്ടും ഈ ഇറാനിലെ മിനാബിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെ നടന്ന ഈ മിസൈൽ ആക്രമണത്തിന്റെ പിന്നാലെ പോവുകയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെളിവുകൾ ഒന്നൊന്നായിട്ട് പുറത്തുവിടുകയും ഇന്റലിജൻസ് സോഴ്സുകളുടെയൊക്കെ ബലത്തിൽ അവർ കൂടുതൽ സ്ഥിരീകരണമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ മിസൈൽ ആക്രമണത്തിൽ അമേരിക്കൻ സൈന്യത്തിന് പിഴവ് സംഭവിച്ചതായിട്ട് പ്രാഥമിക കണ്ടെത്തലിൽ തന്നെ പെന്റഗണ് തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പെന്റഗൺ ഔദ്യോഗിക ഒരു അന്വേഷണം സൈനിക തലത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 10 വർഷം മുമ്പ് IRGC ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടം ലക്ഷ്യം വെച്ചാണ് അമേരിക്കൻ സൈന്യം മിസൈൽ തൊടുത്തതെന്നാണ് ഇപ്പോൾ അറിയാൻ ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ഈ കേന്ദ്രം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പെൺ പള്ളിക്കൂടമായിട്ട് മാറുകയുണ്ടായിരുന്നു. ഈ സ്കൂളിന് നേരെയുണ്ടായ ഈ മിസൈൽ ആക്രമണം അമേരിക്കയുടെ പക്കലുണ്ടായിരുന്ന കാലാഹരണപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ടാർഗറ്റിംഗ് ഡേറ്റ മൂലമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ഈ വിവരം അറിയാതെയാണ് അമേരിക്ക ടോം ഹോക്ക് മിസൈൽ വിക്ഷേപിച്ചത്. ഈ സ്കൂൾ പരിസരത്ത് ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പല അന്താരാഷ്ട്ര ഏജൻസികളും ശേഖരിച്ചിരുന്നു. അതിൽ പ്രത്യേകിച്ച് ബെല്ലിംഗ്കാറ്റ് പോലുള്ള സ്വതന്ത്ര അന്വേഷണ ഏജൻസികൾ ടോം ഹോക്ക് മിസൈലിൻ്റെതാണ് ഈ അവശിഷ്ടങ്ങൾ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു അന്വേഷണമായിരിക്കും പെന്റഗന്റെ ഈ സൈനിക നടപടി. അത് സാധാരണ രീതിയിൽ അങ്ങനെ തന്നെയാണ്. അത് വലിച്ചിഴക്കുന്ന ഒരു അന്വേഷണമല്ല. കാരണം ഈ ആക്രമണം ആസൂത്രണം ചെയ്തവർ മുതൽ ആക്രമണം നടത്തിയ കമാൻഡർ വരെ ചോദ്യം ചെയ്യപ്പെടും. തന്നെയുമല്ല, ഇത് തെളിയുകയാണെന്നുണ്ടെങ്കിൽ സെനറ്റ് കമ്മിറ്റി, US കോൺഗ്രസിന്റെ വിവിധ കമ്മിറ്റികളിൽ ഇവർക്ക് ഇതിന് സമാധാനം പറയേണ്ടിയും വരും. യുദ്ധകാലത്ത് ഈ സിവിലിയന്മാരെയൊക്കെ ലക്ഷ്യം വെക്കുന്ന തടയുവാൻ അമേരിക്കൻ കോൺഗ്രസ് ശക്തമായ ചില നടപടികൾ ഒരു കാലത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പെന്റഗണിൽ ഒരു പ്രത്യേക ഓഫീസ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം പ്രതിരോധ സെക്രട്ടറി ആയിട്ട് പീറ്റ് ഹെക്സത്ത് ചാർജ് എടുത്തതിന്റെ പിന്നാലെ ഈ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ വെട്ടിക്കുറച്ചിരുന്നു. അത് വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പിഴവിന്റെ പേരിൽ പെന്റഗണും അതുപോലെ തന്നെ ഡിഫൻസ് സെക്രട്ടറിയും നല്ല രീതിയിൽ വിമർശനം അമേരിക്കൻ ജനതയുടെ ഭാഗത്തു നിന്നും US കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നേരിടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇത് സംബന്ധിച്ച് പെന്റഗൺ പ്രതികരിക്കുന്നില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പെന്റഗൺ പറയുന്നത്. അതേസമയം വൈറ്റ് ഹൗസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇറാനിലെ പെൺകുട്ടികളുടെ ഈ സ്കൂളിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തിൽ അന്വേഷണം തുടരുകയാണെന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് അന്ന ഖെല്ലി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ആ വാർത്ത എന്ന് പറഞ്ഞ എണ്ണവിലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എണ്ണവില $200 വരെ ഉയർന്നേക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം സോൾക്കാരി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിലവിലെ ഈ ഊർജ്ജ പ്രതിസന്ധി മറികടക്കുവാൻ അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി കരുതൽ ശേഖരത്തിൽ നിന്ന് എണ്ണ വിപണിയിൽ ഇറക്കുവാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. 40 കോടി ബാരൽ എണ്ണ വിട്ടു നൽകുവാൻ ഏജൻസി തീരുമാനിച്ചിരിക്കുകയാണ്. തന്നെയുമല്ല, മുഖ്യ ലോകരാജ്യങ്ങളെല്ലാം ഈ ഏജൻസിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു ശുഭകരമായ ഒരു വാർത്തയായിട്ട് തന്നെ നമുക്ക് കരുതാം. ഈ കരുതൽ ശേഖരം പുറത്തെടുക്കുവാൻ അമേരിക്കയും തീരുമാനിച്ചു കഴിഞ്ഞു. അമേരിക്ക ഏതാണ്ട് 17.2 കോടി ബാരൽ കരുതൽ എണ്ണ ശേഖരം പുറത്തെടുക്കുമെന്ന് US എനർജി സെക്രട്ടറി ക്രിസ് റൈറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ കയ്യിൽ 53.3 ലക്ഷം മെട്രിക് ടൺ കരുതൽ ഇന്ധന ശേഖരമാണ് ഉള്ളത്. 1970-ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ എണ്ണ പ്രതിസന്ധിയാണ് ലോകം ഇപ്പോൾ നേരിടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.